ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലും വേറെ ഗെയിം തന്നെയല്ലേ, FC മൊബൈൽ തന്നെയാണ് കളിക്കാൻ പോകുന്നത്. മാത്രമല്ല ഗൈസ്, ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ അടുത്ത അപ്ഡേറ്റ് നമ്മുടെ FC മൊബൈലിൽ വന്നിട്ടുണ്ട് ഗൈസ്. കണ്ടോ, നമ്മുടെ പിക്ചർ തന്നെ മാറിയിട്ടുണ്ട്. ഞാനിത് ആദ്യം ഒന്ന് കളിച്ച് നോക്കി ഗൈസ്. എനിക്കൊന്നും പറയാനില്ല, നല്ല കിഡിൽ എഫക്റ്റിംഗ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പ്ലേ ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, ന്യൂ എന്താണ്ടൊക്കെ വന്നു, നമുക്ക് റിവാർഡൊക്കെ തരാനുണ്ട്. അതുപോലെ നമ്മുടെ ഫോട്ടോ ഒക്കെ ഫുള്ളിൽ മാറി. അതുപോലെ നമ്മുടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ പറ്റും, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലെ ട്യൂണ്, അതായത് നമ്മുടെ സോങ് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കേട്ടാൽ നോക്കാം. കേട്ടോ ഗൈസ്, അല്ല നമ്മുടെ ടീമിലൊന്നും നമ്മുടെ ഒരു ഇതുമില്ല. പിന്നെ ലോക്കർ റൂമിൽ പോവുകയാണെങ്കിൽ നോക്കണേ, കണ്ടോ കണ്ടോ ഗൈസ്, നമ്മൾ നേരത്തെ ലോക്കർ റൂം ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ഇനിയിപ്പോൾ നടന്നു വന്നിട്ട് അതാണ് ചേസ്കോ, നമ്മുടെ എന്താണ് നമ്മുടെ സ്ട്രൈക്കർ നടന്നു വന്നിട്ട് പുറകെ കൈ കെട്ടി നിൽക്കുകയാണ് ചേസ്. ഇത് കിഡിലും കുറേ കിഡിലും, എനിക്കൊന്നും പറയാനില്ല. ബട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രാവശ്യം നമ്മുടെ ബെല്ലിംഗം കൊണ്ടുവന്ന അപ്ഡേറ്റ് കിഡിലാണ് പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലാണ്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അപ്പം നമുക്ക് നേരെ ഗെയിം പ്ലേയിലോട്ട് പോകാം. അല്ല, നമ്മൾ ആദ്യമേ സമയം കളയുന്നില്ല. അതുപോലെ ഗൈസ്, ഞാൻ ഇന്നലെ സാബി അലോൺസോയുടെ മാച്ചൂടെ കളിച്ചായിരുന്നു. പിന്നെ ഒരു മാച്ചൂടെ കളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാബിയുടെ ചാപ്റ്റർ എൻഡാവും. ഗൈസ് കണ്ടോ, ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ട്. സ്റ്റീവൻ ഗിരാഡ് ഇത് ഞാൻ ക്ലാം ചെയ്താണ് ഗൈസ്. ഇനി നമ്മൾ സാബിയെ അങ്ങനെ ഫസ്റ്റ് ടൈം വാങ്ങിക്കാൻ പോവാണ്. എന്ത് ലെവൽ കുറഞ്ഞാന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, 92-ൻ്റെയാണ്. ഓക്കെ, ഞാൻ സാബി അലോൺസോ വാങ്ങിച്ചു. വാങ്ങിച്ചല്ല കേട്ടോ, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാണ്. സാബി അലോൺസോ ഗൈസ്, ഒരു മിനിറ്റ്. ഇൻക്രെഡിബിൾ, അല്ലെങ്കിൽ നമുക്കിത് വിൽക്കാനായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ മാച്ചിലേക്ക് എന്തായാലും നമുക്ക് പോകട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നിങ്ങൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്കാണ്. കാരണം നമ്മുടെ പുതിയൊരു കിഡിലോ എന്ന് പറയുക പക്ക അപ്ഡേറ്റാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ വീഡിയോക്ക് എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഈ അപ്ഡേറ്റിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്ത്. ഓക്കെ, നമ്മുടെ മാച്ച് എന്തായാലും ഇവിടെ തുടങ്ങാറായിട്ടുണ്ട്. ലെറ്റ്സ് സ്റ്റാർട്ട് ഗൈസ്. ഓ ഗൈസ്, എന്താണ് സൗണ്ട് കേട്ടത്? ഓ, ഇത് റിയൽ മാഡ്രിഡാണ് ഗൈസ്. റിയൽ മാഡ്രിഡാണ് നമ്മൾ കളിക്കുന്നത്. ബട്ട് ഇതെന്താണ്, നമ്മൾ റിയൽ മാഡ്രിഡാണ് ഗൈസ്. ബട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ആകെ 2 പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ റിയൽ മാഡ്രിഡിൽ നിന്ന്. അല്ല, ഒരു പ്ലെയർ മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ വെച്ചേക്കുന്ന ആൽബ എന്ന് പറഞ്ഞ പ്ലെയർ മാത്രമേ ഉള്ളൂ റിയൽ മാഡ്രിഡിൽ നിന്ന്. ബാക്കിയുള്ളവരെല്ലാം വേറെ വേറെ ടീമിൽ നിന്നാണ്. ഇത്രയേ ഉള്ളൂ ഗൈസ്, വേറൊരു കുഴപ്പം തന്നെയില്ല. ഇവിടെ ഇവന്മാരുടെ ടീമിനെക്കാട്ടി ഓവറോൾ നമുക്ക് കൂടുതലാണ്. എന്നിട്ട് എന്താണ് ഇവന്മാർക്ക് ഇത്രയും പവർ നമ്മളെ കാട്ടി? പിന്നെ അതുപോലെ ഗ്രാഫിക്സിൻ്റെ കാര്യം പറയുവാണെങ്കിലും എനിക്ക് പണ്ടത്തെ കൂട്ട് തന്നെയാണ്. പക്ഷേ എനിക്ക് അതൊന്നുമല്ല ഗൈസ്. ബെല്ലിംഗം കൊണ്ടുവന്ന ഫീച്ചേഴ്സ് നമ്മളെ പുതിയതായിട്ട് വന്നേ. അവർ നടന്നു വന്നിട്ട് കൈ കിട്ടുക. നമ്മൾ ക്യാപ്റ്റൻ അല്ല, സ്ട്രൈക്കറിന് അങ്ങനെ വേണമെങ്കിലും പറയും. അതൊരു നല്ലതെന്ന് പറഞ്ഞൊരു കിടിലം പോളി ഫീച്ചറാണ് ഗൈസ്. എനിക്കത് ശരിക്കും ഇഷ്ടപ്പെട്ടു. അതിലൊരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. കാരണം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്ത് വെച്ചിരിക്കുന്നത് ഫോട്ടോ ഒക്കെ മാറി. ഇപ്പോൾ വേറെ പ്ലേസിൻ്റെ ആണ്. പിന്നെ അതുപോലെ ഞാൻ ഈ അപ്ഡേറ്റ് വന്നിട്ട് കയറിയപ്പോൾ കുറേ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്നുള്ളത്. പിന്നെ അങ്ങനെ കുറേ പ്ലേയേഴ്സിനെ കിട്ടി, അങ്ങനെ കുറേ റിവാർഡ് കിട്ടിയിട്ട് കുറേ ജിംസ് എനിക്ക് കിട്ടി. ആ ജിംസ് നേരത്തെ എനിക്ക് കുറച്ച് ജിംസ് ഉള്ളായിരുന്നു, അതുകൊണ്ട് കുറേ ജിംസ് ഇപ്പോൾ കിട്ടി. പിന്നെ കോയിൻസും കിട്ടി. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ടായി നമ്മുടെ അപ്ഡേറ്റ് വന്നത് കൂടി.
ഗൈസ് ഈ റിയൽ മഡ്രിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാശിയുള്ള റിയൽ മഡ്രിഡാണ്. കാരണം അവന്മാർ ഇങ്ങോട്ട് വിട്ടു തരത്തില്ല, നമ്മളും അങ്ങോട്ട് വിട്ടു കൊടുക്കത്തില്ല. അവിടെ എന്താണ് നമ്മളെന്ത് ഫൗള് ചെയ്തതാണ് ഗൈസ്? നമ്മളെന്ത് ചെയ്തു? ഓക്കെ, അവിടെ അവന്മാർ ഗോൾ അടിച്ചടാ. കറക്റ്റ് 86 ടൈം ആയപ്പോൾ തന്നെ ഗോൾ അടിച്ച്. ഇനി നമ്മളെവിടെ പോവാ? നമ്മളപ്പോൾ ലോസ് ആയെന്ന് സാരം ഇല്ലേ ഗൈസ്? ഇല്ലേ, നല്ല ആണ്. അല്ല എന്താണ് ഇത് കൂടുതൽ പറയാണല്ലേ? ഗൈസ് എടാ അല്ലടാ, 2-2 നമുക്കാണ് നേരത്തെ 2, അവന്മാർക്ക് ഒന്നുള്ളായിരുന്നു. ഇപ്പോഴാണ് ടൈ ആയത്. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ ഒരു ഗോൾ പോലും അവന്മാരെ കൊണ്ട് അടുപ്പിക്കരുത് കേട്ടോ. ഇതിനകത്ത് നിന്നെങ്ങാണ് ഫൗൾ ചെയ്താലാണ് പണി കിട്ടുന്നത്. അല്ല പെനാൽറ്റി വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ അറിയാമല്ലോ. അവന്മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ പോകും, നമുക്കെന്തായാലും പിടിച്ചു നടത്താൻ പറ്റത്തില്ല. അതുപോലെയുള്ള പൊട്ടന്മാരായിരിക്കണം ഗൈസ്. എടാ ത്രോ പോയില്ലേ? പിന്നെ എന്നാ പിടിച്ചോ ഗൈസ്. ഗൈസ് എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് തന്നെയാണ് നമ്മുടെ അപ്ഡേറ്റ് വന്നത്. ഞാനിന്ന് വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചാണ് ഗൈസ്. പിന്നെ ഞാൻ ഇടാൻ തന്നെ കാരണം ഇന്ന് ഈ അപ്ഡേറ്റ് വന്ന് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ കാരണം ഗൈസ്. നമ്മുടെ ഗോളി ഇറക്കിയപ്പം കളിക്കാം. അവന്മാർ വരുമ്പോൾ അങ്ങ് ബോള് മാറ്റി കൊടുത്താൽ പോയെ. ഓക്കെ ഗൈസ്, അവന്മാർ നമ്മളെ ട്രിബിൾ ചെയ്യാൻ വരുന്ന, നമ്മളിതിൻ്റെയൊക്കെ രാജാവാണ്, കിങ്. നമ്മൾ ഇവന്മാർ ട്രിബിൾ ചെയ്യാൻ ഡ്രിബിള് കാണിച്ചു തരാം. ഇവന്മാർ നമ്മുടെ ടാക്കിളൊക്കെ ഒഴിഞ്ഞു മാറും കേട്ടോ. നമ്മുടെ ടാക്കിൾ ഒഴിഞ്ഞു മാറൂടാ. ഏടാ പെനാൽറ്റി. ഓക്കെ ഗൈസ്, നമ്മളെ പെനാൽറ്റി പൊട്ടും കേട്ടോ. നമ്മൾ തോറ്റു പോകും. ഒക്കെ നോ വിഷയമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഗൈസ് ഇങ്ങോട്ട് കൊടുത്ത് നോക്കാം, ഗോൾ അടിക്കില്ലയോ? അവന്മാരായിട്ട് തന്നെ കളഞ്ഞു. പിന്നെ എന്താണ്, ഇങ്ങോട്ട് ഇവന്മാരും തന്നെ ഒന്നും കൊടുക്കണില്ലല്ലോ. അപ്പം എനിക്കൊന്ന് ഇവന്മാർ ഓട്ടോ ഇട്ടാണ് കളിക്കുന്നത്. അല്ല ഗൈസ്, ചിലപ്പോൾ ഇവന്മാർ ഇങ്ങോട്ട് അടിക്കാൻ ചാൻസ് ഉണ്ട്. ഇല്ലടാ, അങ്ങോട്ട് തന്നെ അടിച്ചത് ഞാൻ വെറുതെ. നമുക്ക് എങ്ങോട്ട് അടിക്കണം ഗൈസ്? ഇങ്ങോട്ട് അടിക്കാം. ഇതെന്തായാലും പോകും കേട്ടോ. പോയേനെ, പക്ഷെ പോയില്ല. നമ്മളൊരു ഗോള് പോലും മിസ്സാക്കത്തില്ല ഗൈസ്. അമ്മരട്ടെ കളഞ്ഞി. പിന്നെ എന്തെങ്കിലും പറയണം ഗൈസ്. ഒരു ഗോള് വേണമെങ്കിൽ നമുക്ക് കളയായിരുന്നു കേട്ടോ. കാരണം എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മൾ ജയിച്ച് 6-3 പൊട്ടി ഗൈസ്. അല്ല ഓർമ്മയില്ലേ? എന്ത് വേണമല്ലോ ആയിക്കോട്ടെ, നമ്മൾ ജയിച്ചില്ല, അത് മതി. ഓക്കെ, യു വോൺ.
ഗേസ് ഇതൊന്നും ലോഡാവത്തെ. ഐക്കോൺ ക്രോണിക്കിൾസ് പാക്ക്. അങ്ങനെ നമ്മുടെ സാബി അലൻസോയുടെ ചാപ്റ്റർ നമ്മളിവിടെ വെച്ച് നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ച് എൻഡ് ചെയ്യുകയാണ് ഗൈസ്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ പേരുള്ളത് ഇവിടം വരെ കാണിക്കുന്നത്, ഇങ്ങോട്ടെല്ലാം ആരോ മാർക്കാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഏതോ ലെജൻഡ് പ്ലേയേഴ്സിൻ്റെ ചാപ്റ്ററാണ് ഗൈസ്. അതാണ് അതിൻ്റെ അർത്ഥം. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഗൈസ്. അടുത്ത നമ്മുടെ എന്താടാ ഇതെന്താ നമ്മുടെ സാബിയുടെ ചാപ്റ്റർ കളിച്ചല്ലേ ഗൈസ്? ഒന്നും പിന്നെ 96 അപ്പോൾ ഗൈസ് നമുക്ക് പിന്നെ ഒരു സാബീനെ എടുക്കാനുണ്ട് 97. അത് നമ്മൾ പിന്നെയും കളിക്കണം, എങ്കിലും നമുക്ക് അടുത്ത ലെവലിലോട്ട് അടുത്ത ചാപ്റ്ററിലോട്ട് റീച്ച് ആവാൻ പറ്റത്തുള്ളൂ. ഗേസ് ഇവിടെ നിന്ന് എന്തെങ്കിലും ഒന്നുമില്ല ഗേസ്, നത്തിങ്. ഓക്കെ ഗേസ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്തായാലും നല്ലൊരു സന്തോഷമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ പിന്നെ ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ ഗേസ്. നിങ്ങൾക്കറിയാമല്ലോ എന്ത് നമ്മുടെ അപ്ഡേറ്റ് അല്ല, വേറൊന്നുമില്ല ഗേസ്. അപ്പം നമുക്ക് എന്തായാലും നല്ല പൈസ കിട്ടുന്ന പ്ലേയേഴ്സിനെ എടുത്ത് വയ്ക്കാം കേട്ടോ. റോണി എന്ന് പറഞ്ഞ ഒരു പ്ലെയറിനെ എനിക്ക് കിട്ടി. ഈ ജോർഗിനെ എടുത്ത് വയ്ക്കാം, പക്ഷെ ഞാൻ വിൽക്കുന്നില്ല ഗേസ്. ഇവരെല്ലാം അൺട്രേഡബിൾ അല്ലേ, ആടാ കിട്ടി. ട്രേഡബിൾ ആയിരുന്നെങ്കിൽ ആ ബോളർ എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരനെ നമുക്ക് വിൽക്കാം, ബാർഗിൻ ചെയ്തിട്ട് പൈസ കൂട്ടിയല്ലേ. ഒരു 900 പോരെ? ഞാൻ ഉറപ്പിച്ചോ 22 അത് ഉറപ്പിച്ചോ ഗൈസ്? ഇതെന്താണ്? നമുക്ക് 99 എടുത്തൊന്നുമില്ല. മാക്സിമം മാത്രമേ പറ്റത്തുള്ളൂ. അതിൽ കുഴപ്പമില്ലടോ, നല്ല പൈസയ്ക്ക് വിറ്റ് പോയി. ഓക്കെ, ഇവരെയൊക്കെ എടുത്ത് വിറ്റേക്കാം ഗൈസ്. എനിക്ക് വിൽക്കാൻ മനസ്സില്ലെങ്കിലും ഞാൻ വിൽക്കുകയാണ്. നമുക്കിപ്പോൾ പൈസയാണല്ലോ മുഖ്യം. 39 അത്രേ പറ്റത്തുള്ളൂ. പറ്റത്തില്ല, ഇതാണ് മാക്സിമം. കൺഫേം. ആ പുള്ളിനെ വിറ്റിട്ടുണ്ട്. ഇതാരാണ്? ഒരു 500 അങ്ങ് പിടിച്ചാലോ? 500 പറ്റത്തില്ല ഗൈസ്. അവർ പറഞ്ഞ പോലെ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പന്ന പ്ലേയേഴ്സാണ്. ഈ പ്ലെയറിനെ എടുത്ത് നമുക്കിന്ന് വിൽക്കാം കേട്ടോ. ഇവരൊന്നും ഇനി നമുക്ക് ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ കയ്യിൽ ഇതിലും നല്ല പൈസ ഉള്ള പ്ലേയേഴ്സാണ് ഇരിക്കുന്നത്. പിന്നെ ഇവരുടെ ഒന്നും കാര്യമേ ഇല്ല. നമുക്കൊരു 500 പിടിച്ചാലോ? 598 ഇതോടെ അത്രേ പറ്റത്തുള്ളൂ. ഒരു 20എങ്കിലും 420 ഇല്ലടാ, 19 പിടിക്കത്തുള്ളൂ. ഒരെണ്ണം പോലും അവന്മാർ കൂട്ടത്തില്ല. അത്രയാണല്ലേ. 86ൻ്റെ ഞാൻ കൊടുത്ത്. ഇപ്പോൾ ബെൻസാമയൊക്കെ വിൽക്കാമെങ്കിൽ കിട്ടും കേട്ടോ. വേറെ ഏതെങ്കിലും നല്ല പൈസ കിട്ടുന്ന സാബിയെ വിൽക്കാം. ഞാൻ സാബി ഫസ്റ്റ് ടൈം നമുക്ക് ആദ്യമായിട്ട് വന്നതല്ലേ. സാബി അലൻസോ 89ൻ്റെ ഇരിപ്പുണ്ട്. വേണ്ടൊരു 92ൻ്റെ ഇരിപ്പുണ്ട്. അല്ല ഇരിക്കട്ടെ, കുഴപ്പമില്ല, ഞാൻ വിൽക്കുന്നില്ല. ഈ പ്ലെയറിനെ അടുത്തങ്ങ് വിറ്റാലും നമുക്ക് ഇതിൽ പോയിട്ട് നോക്കാം ഗൈസ്, നമ്മുടെ ക്ലബിൽ പോയിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരും ഇല്ലെങ്കിലും നോക്കാൻ, ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് വിൽക്കണം ഗൈസ്. റിസർവിലാണെങ്കിലും ഉണ്ട് ഗൈസ്. വിറ്റേക്കാം. ഇപ്പോൾ തന്നെ വിൽക്കാൻ പോണേ. എനിക്കറിയാം ഗൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒത്തിരി ലോങ്ങായി.
അതെനിക്കറിയാം. പിന്നെ ഞാൻ ഇത്ര അങ്ങ് ലോങ് ആക്കാൻ കാരണം എനിക്കറിയാമല്ലോ. പിന്നെ അടുത്ത് പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഈ പ്ലെയറിനെ അങ്ങ് വിറ്റേക്കാം. 94 നല്ല പൈസ ചോദിക്കണം. 99 അങ്ങ് പിടിച്ചാൽ നമ്മൾ അത്രത്തിന് വരുവാടാ. നമുക്കൊരു വേണ്ട അത്ര തന്നെ ഇരിക്കട്ടെ. കൂട്ടാൻ പറ്റത്തില്ല. അത്ര മതി. കൺഫേം വീറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി എന്താണ് ഇനിയൊന്നുമില്ല. നമുക്ക് നമ്മുടെ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാൻ വെച്ച് അടുത്ത വീഡിയോയിൽ ഇവരുടെയൊക്കെ സോൾഡായ പൈസ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. ബൈ ബൈ.